ഹലോ ഗുഡ് ഈവനിങ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ഇന്ത്യൻ സൊസൈറ്റിയുടെ പാർട്ട് 2 പഠിച്ചു കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ പാർട്ട് 3 ആണ് പഠിക്കാൻ പോകുന്നത്. സോ എല്ലാവരും പേജ് നമ്പർ 58 എടുത്തോളൂ. സോ അതിൽ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള സയൻസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. സോ ബുക്സ് ഓൺ സയൻസ് ഓൾസോ റിട്ടൺ ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. മോസ്റ്റ് ഓഫ് ദ വർക്ക്സ് വെയർ ഓൺ ആസ്ട്രോണമി, മാത്തമെറ്റിക്സ് ആൻഡ് മെഡിക്കൽ സയൻസ്. അപ്പോൾ ഈ ഗുപ്തന്മാർ ചെറിയ ആൾക്കാരൊന്നുമല്ല കേട്ടോ. അവർ സയൻസ് മേഖലകളിൽ നോക്കുകയാണെങ്കിൽ, ശാസ്ത്ര മേഖലകളിൽ നോക്കുകയാണെങ്കിൽ അതിലും അവർ വളരെ മുൻപിലായിരുന്നു. അവരുടെ കൂടുതലും ബുക്കുകൾ അല്ലെങ്കിൽ വർക്ക്സ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്ന എന്തിനെ പറ്റിയിട്ടായിരുന്നു? ആസ്ട്രോണമിയെ പറ്റി. ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ സ്പേസിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ, പ്ലാനറ്റ്സിനെ പറ്റി, സൂര്യനെ പറ്റി, സ്റ്റാർസിനെ പറ്റി, അതൊക്കെ പറ്റിയിട്ടൊക്കെ അവർ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്തമാറ്റിക്സിലും അവർ നല്ല അറിവുള്ളവരായിരുന്നു. ആൻഡ് മെഡിക്കൽ സയൻസ്, അതായത് നമ്മുടെ മെഡിസിൻ ഫീൽഡ്, ഡോക്ടേഴ്സ് തുടങ്ങിയ ഫിസീഷ്യൻസ്. അപ്പോൾ ഈ മെഡിസിൻ ഫീൽഡിലും അവർ ഒരുപാട് വർക്കുകളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന മെയിനായിട്ടുള്ള വർക്കെന്ന് പറയുന്നത് ബൃഹത് സംഹിത ഓഫ് വരമഹിര അല്ലേ. വരമഹിരയുടെ ബൃഹത് സംഹിത എന്ന് പറയുന്ന ബുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കായിരുന്നു ആ ഒരു ഗുപ്ത പീരീഡിലുള്ളത്. അതുപോലെ തന്നെ ആര്യഭട്ട്യ എന്ന് പറയുന്ന ബുക്ക്, അത് ആരുടെയാണ്? ആര്യഭട്ടൻ്റെയാണ്. അതുപോലെ തന്നെ അമരകോശ ഓഫ് അമര സിംഹ. അപ്പോൾ ഈ 3 ബുക്കുകളും വളരെ ഫേമസ് ആയിട്ടുള്ള സയൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്നത്തെ ഗുപ്ത പീരീഡിലുള്ളതിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇവാലുവേറ്റ് ദ കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ടു ദ ഫീൽഡ് ഓഫ് സയൻസ് ഡ്യൂറിങ് ദ ഗുപ്ത പീരീഡ്. ഗുപ്ത പീരീഡിൽ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നാണ് അവിടുത്തെ ചോദ്യം. സോ അതിൻ്റെ ആൻസർ ഞാൻ വായിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അന്നത്തെ കാലത്തെ സയൻറ്റിസ്റ്റുകൾ ഗുപ്ത പീരീഡ്, നമുക്ക് ഇതിനകത്ത് ആസ്ട്രോണമിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കാര്യം അന്ന് തൊട്ട് അവർക്ക് ഭൂമിയിൽ ഒരു 7 പ്ലാനറ്റ് വരെ ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു സോളാർ സിസ്റ്റത്തിൽ. അതുപോലെ തന്നെ സോളാർ എക്ലിപ്സ്, ലൂണാർ എക്ലിപ്സ് തുടങ്ങിയതൊക്കെ മനസ്സിലാക്കാനുള്ള ടെക്നോളജിയും അവർക്കറിയാം. സോ അതാണ് നമ്മൾ ആസ്ട്രോണമിയിൽ. ഇനി മാത്തമെറ്റിക്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്താണ്? ഡെസിമൽ സിസ്റ്റം ഓഫ് സീറോ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചതും ആരായിരുന്നു? നമ്മുടെ ഗുപ്ത പീരീഡിൽ ആര്യഭട്ടനായിരുന്നു. അതുപോലെ തന്നെ ആര്യഭട്ടൻ കൊണ്ടുവന്നത് നമ്മുടെ വാല്യൂ ഓഫ് പൈയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മെഡിക്കൽ സയൻസ് നോക്കുകയാണെങ്കിൽ സുശ്രുത എന്ന് പറയുന്ന ആള് പുള്ളിക്കാരൻ സർജറി പോലും ആ ഒരു കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ അത്രയും ഫ്രണ്ടിലായിരുന്നു സയൻസ് മേഖലകളിൽ ഗുപ്ത പീരീഡിൽ. അതുപോലെ ഇവിടെ മറ്റൊരു ബോക്സിനകത്ത് മെറ്റലർജിയെ പറ്റി പറയുന്നുണ്ട് അല്ലേ. മെറ്റലർജി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ഈ മെറ്റൽസിനെ പറ്റി പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്തിനകത്ത് വരുന്നത്? മെറ്റലർജിക്ക് വരുന്നത്. അപ്പോൾ ഈ മെറ്റലിനെ പറ്റിയിട്ടൊക്കെ ഇവർ ഒരുപാട് പഠിച്ചത് കൊണ്ട് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് 4th സെഞ്ച്വറി BC ഇവർ ബിൽഡ് ചെയ്ത ഒരു അയൺ പില്ലറാണ്. അയൺ പില്ലർ അറിയാം, തൂണ്. അതാണ് ആ പിക്ചറിൽ കാണുന്നത്. ഇതെവിടെയാണുള്ളത്? മെറോളി എന്ന് പറയുന്ന സ്ഥലത്താണ്, ഡൽഹിയിൽ. അപ്പോൾ ഇതൊരു എക്സലൻ്റ് എക്സാമ്പിളാണ് എന്തിനുള്ള? ടെക്നോളജിക്കൽ സ്കിൽസ്. അന്നത്തെ ആൾക്കാർക്ക്, ഗുപ്ത പീരീഡിലുള്ള ആൾക്കാർക്കുള്ള സാങ്കേതിക വിദ്യയെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു എക്സാമ്പിളാണ്. ഇതൊരു മെറ്റലർജി വിഭാഗമാണ്. കാര്യം നമുക്കറിയാം അയൺ എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. അപ്പോൾ മെറ്റലിനെ ഉരുക്കി ഉണ്ടാക്കിയ ഈ ഒരു നമ്മുടെ ഒരു പില്ലർ അല്ലേ, ഈ ഒരു പില്ലർ അന്ന് കാലം തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. മാത്രമല്ല ഇതിനൊരു പ്രത്യേകതയുണ്ട്. വെതറിങ് ദ റെയിൻസ് ആൻഡ് ഹീറ്റ് ഫോർ സെവറൽ സെഞ്ച്വറീസ് ദിസ് അയൺ പില്ലർ ഷോസ് നോ സൈൻസ് ഓഫ് റസ്റ്റിംഗ്. ഇന്ന് കാലത്ത് പോലും ആൾക്കാർക്ക് പറ്റാത്തതാണ് അന്ന് നേടിയത്. എന്താണ്? ഇത്രയും മഴയും ഇത്രയും ചൂടുമെല്ലാം അടിച്ചിട്ട് ഇന്ന് പോലും അതിനകത്തൊരു തുരുമ്പ് എന്ന് പറയുന്ന ഒരു അംശം അതിനകത്ത് വന്നിട്ടില്ല. സോ ഇന്നും ഈ ഒരു അയൺ പില്ലറിൻ്റെ കൺസ്ട്രക്ഷൻ ആൾക്കാർക്കൊരു മിസ്റ്ററി തന്നെയാണ്, ഒരു നിഗൂഢതയാണ്. എങ്ങനെ ഇത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി ഒരു തുരുമ്പ് പോലും സംഭവിക്കാത്ത. അതുപോലെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഗുപ്ത പീരീഡിൽ സംഭവിച്ച കാര്യങ്ങൾ. We have discussed the granting of land to Brahmins by Gupta rulers അല്ലേ. ബ്രാഹ്മിൻസിന് ലാൻഡ് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഗുപ്ത റൂളേഴ്സ്. അപ്പോൾ ഈ പ്രാക്ടീസ് ഓഫ് ലാൻഡ് ഗ്രാൻഡ് സ്പ്രെഡ് ടു സൗത്ത് ഇന്ത്യ ബൈ 6th സെഞ്ച്വറി CE. അപ്പോൾ ഈ ലാൻഡ് ഗ്രാൻഡുകൾ സൗത്ത് ഇന്ത്യയിൽ വരുന്നത് ഏത് കാലഘട്ടത്താണ്? 6ാം നൂറ്റാണ്ടിലാണ് ഇത് വരുന്നത്. ദിസ് വാസ് ഡ്യൂ ടു ദ മൈഗ്രേഷൻ ഓഫ് ബ്രാഹ്മിൻസ് ഫ്രം നോർത്ത് ഇന്ത്യ ടു സൗത്ത് ഇന്ത്യ. അപ്പോൾ എങ്ങനെ സൗത്ത് ഇന്ത്യയിൽ ലാൻഡ് ഗ്രാൻഡുകൾ എത്തി, അല്ലെങ്കിൽ ലാൻഡ് ഗ്രാൻഡുകൾ കൊടുത്തു തുടങ്ങി? അതിന് കാരണം നോർത്ത് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിലേക്ക് ബ്രാഹ്മിൻസ് വന്നു തുടങ്ങി. നമുക്കറിയാം സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിലായാലും തിരുവനന്തപുരത്തായാലും കൊച്ചിയിലായാലും ഒരുപാട് ബ്രാഹ്മിൻസ് ജീവിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക, ഇങ്ങനെ സൗത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബ്രാഹ്മിൻസ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അന്നത്തെ കാലം തൊട്ടേ ബ്രാഹ്മിൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സൗത്ത് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ബ്രാഹ്മിൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്കും ലാൻഡ് ഗ്രാൻഡുകൾ കിട്ടിക്കൊണ്ടിരുന്നു വന്നോട്ടെ. ദ പല്ലവാസ് ആൻഡ് പാണ്ഡ്യാസ് വെയർ ഇമ്പോർട്ടൻറ്റ് ഡൈനാസ്റ്റീസ് ഓഫ് സൗത്ത് ഇന്ത്യ ഡ്യൂറിങ് ദ പീരീഡ്. അന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട 2 സാമ്രാജ്യങ്ങളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പല്ലവാസും പാണ്ഡ്യാസും.
അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് ഈ പാഠത്തിൽ. ദേ ഗ്രാൻഡഡ് ലാൻഡ്സ് ടു ബ്രാഹ്മിൻസ് ആൻഡ് ടെമ്പിൾസ്. അപ്പോൾ ഈ പല്ലവാസും പാണ്ഡ്യാസും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബ്രാഹ്മിൻസിനും അതുപോലെ ടെമ്പിൾസിനും എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? ലാൻഡുകൾ ഭൂമികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ബ്രാഹ്മിൻസ് അറ്റൈൻഡ് ഹൈ സ്റ്റാറ്റസ് ഇൻ സൗത്ത് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് എക്കോണമി. അപ്പോൾ ബ്രാഹ്മിൻസ് ഈ സൗത്ത് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് തന്നെ അവർക്ക് ലാൻഡ് ഗ്രാൻറ്റുകൾ കൊടുത്തു തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ സൗത്ത് ഇന്ത്യയിലെ വലിയൊരു അവർക്ക് നല്ലൊരു ഹൈ സ്റ്റാറ്റസ്, സമൂഹത്തിൽ വളരെ നല്ല വിലയും അതുപോലെ സമ്പത്തും അവർക്ക് പെട്ടെന്ന് തന്നെ കൂടാൻ തുടങ്ങി. സോ ഗ്രാൻഡിങ് ഓഫ് ലാൻഡ് ടു ദ ബ്രാഹ്മിൻസ് ലെറ്റ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ഇൻ ദിസ് ഏരിയ. അങ്ങനെ ഈ ബ്രാഹ്മിൻസിന് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് അവിടുത്തെ അഗ്രികൾച്ചറും വളരാൻ തുടങ്ങി. കാര്യം നമുക്കറിയാം, ബ്രാഹ്മിൻസിന് അഗ്രികൾച്ചറിനോടുള്ള അറിവ്, അല്ലെ അവർക്ക് ടെക്നോളജി പരമായിട്ടായാലും ക്ലൈമറ്റിനെ പറ്റിയായിട്ടൊക്കെ ആയാലും അവർക്ക് ഒരുപാട് അറിവുണ്ട്. നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ആസ് വി ഹാവ് സീൻ ഏർലിയർ, ബ്രാഹ്മിൻസ് നോളജ് ഓഫ് അഗ്രികൾച്ചറൽ ടെക്നോളജി ആൻഡ് ക്ലൈമറ്റ് ഹെൽപ് ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ. അപ്പം ഈ ലാൻഡ് ഗ്രാൻറ്റുകൾ, ഈ ഭൂമി ബ്രാഹ്മിൻസിന് കൊടുത്ത സമയത്ത് ബ്രാഹ്മിൻസ് അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷിയൊക്കെ നന്നായിട്ട് ചെയ്ത് കൃഷി എല്ലായിടത്തും വ്യാപിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ടെക്നോളജിയിലായാലും ക്ലൈമറ്റിലായാലും ഉള്ള അറിവ് അതിനെ ഹെൽപ്പ് ചെയ്തു. Kings and local administrative bodies encouraged agriculture by building reservoirs and maintaining irrigation facilities, അല്ലേ? അപ്പോൾ അവിടുത്തെ രാജാക്കന്മാരായാലും ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് നമ്മളെ വില്ലേജിലൊക്കെ ഭരിക്കുന്ന ആൾക്കാരായാലും ഇവരൊക്കെ അഗ്രികൾച്ചറിനെ ഒരുപാട് എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചു, എൻകറേജ് ചെയ്തു. അതെങ്ങനെയാണ് എൻകറേജ് ചെയ്തത്? ഇവർക്ക് അഗ്രികൾച്ചർ ചെയ്യാനായിട്ടുള്ള ആവശ്യമുള്ള റിസർവോയേഴ്സ് നിങ്ങൾക്കറിയാമല്ലോ, ഓക്കെ, ഡാമൊക്കെ പോലെ. അപ്പോൾ ഇതുപോലെ റിസർവോയേഴ്സ് ചെയ്തു കൊടുക്കുകയും അതുപോലെ ഇറിഗേഷൻ ഫെസിലിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഗതിയന്ത്ര തുടങ്ങിയ പല ഇറിഗേഷണൽ ഫെസിലിറ്റീസ്, ടാങ്കുകൾ അല്ലേ, അതുപോലെ പല കാര്യങ്ങളും നമ്മൾ ഇറിഗേഷണൽ ഫെസിലിറ്റീസിൽ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചതാണ്. സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം രാജാക്കന്മാരും ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ്സ് അല്ലേ അവരൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ദെയർ വാസ് അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ഇൻ ദ പല്ലവ കിങ്ഡം ഡ്യൂ ടു ദ ആക്ടിവിറ്റീസ് ഓഫ് ടെമ്പിൾസ് കൺട്രോൾഡ് ബൈ ദ ബ്രാഹ്മിൻസ്. അപ്പോൾ ഈ ഒരു അഗ്രികൾച്ചറൽ പ്രോഗ്രസ് അല്ലെ, അഗ്രികൾച്ചർ വളരാൻ തുടങ്ങി ആരുടെ കീഴിൽ? ഈ പല്ലവ കിങ്ഡത്തിൻ്റെ കീഴിൽ ഒരുപാട് വരാൻ തുടങ്ങി. അതിന് മെയിനായിട്ടുള്ള കാരണം എന്താണ്? ഈ ടെമ്പിൾസ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ബ്രാഹ്മിൻസ് ആണ്. അപ്പോൾ ടെമ്പിൾസിനും ഇവർ ലാൻഡ് ഗ്രാൻറ്റുകൾ, ഭൂമി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് ഒരുപാട് ഭൂമി കിട്ടിയാൽ ഇവരെന്ത് ചെയ്യും? അഗ്രികൾച്ചർ ചെയ്യും. അങ്ങനെ അഗ്രികൾച്ചർ ചെയ്ത് സർപ്ലസ് പ്രൊഡക്ഷൻ, അധികം സാധനങ്ങൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഉണ്ടാക്കാൻ പറ്റി. ദാറ്റ് ലെഡ് ടു ദ പ്രോഗ്രസ് ഓഫ് ട്രേഡ് അല്ലേ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് ചുമ്മാ കൂട്ടിയിട്ടിട്ട് കാര്യമില്ല. ഇവരിതിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? കച്ചവടം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ കച്ചവടം ചെയ്യുന്നത് നമുക്കറിയാം, മാരിടൈം ട്രേഡ് ഫ്ലറിഷ്ഡ് അലോങ് വിത്ത് ഇന്റേണൽ ട്രേഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഭൂമിക്ക് അകത്തുള്ള സ്ഥലങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ എത്തിക്കുന്നതിന് ഇന്റേണൽ ട്രേഡ് എന്ന് പറയാം. ഈ മാരിടൈം ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റ് സ്ഥലങ്ങളിൽ കടൽ മാർഗം വഴിയൊക്കെ പോയി എന്ത് ചെയ്യുക? നമുക്ക് സാധനങ്ങൾ വിൽക്കാൻ പറ്റും. അപ്പോൾ അന്നത്തെ കാലം തൊട്ടേ ഇവർക്ക് കുഞ്ഞു കപ്പലുകളും കാര്യങ്ങളും ഒക്കെ ഇവരുണ്ടാക്കിയെടുത്തിട്ടാണ് മാരിടൈം, വെള്ളം വഴി എന്ത് ചെയ്യുന്നത്? കടൽ മാർഗത്തിൽ കൂടെയൊക്കെ ഇവർക്ക് ട്രേഡ് നടത്തി തുടങ്ങിയത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മഹാബലിപുരം എന്ന് പറയുന്നത് ഒരു വളരെ ബിസി ആയിട്ടുള്ളൊരു പോർട്ടാണ്. ഓക്കെ, പോർട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ തുറമുഖം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു മഹാബലിപുരം എന്ന് പറയുന്ന ഈ ഒരു പോർട്ട് വാസ് അണ്ടർ ദ പല്ലവാസിൻ്റെ കീഴിലായിരുന്നു മഹാബലിപുരം. അപ്പോൾ ഈ മഹാബലിപുരത്തിൽ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കപ്പലുകൾ വരികയും സാധനങ്ങൾ കച്ചവടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഇനി മറ്റൊരു സ്ഥലമാണ് നാഗപട്ടണം. ഇതും അനദർ പോർട്ട് ഓഫ് ട്രേഡ്, കച്ചവടം നടന്നുകൊണ്ടിരുന്ന മറ്റൊരു സ്ഥലമാണ് നാഗപട്ടണം. ഇനി മെർച്ചൻ്റ് ഗിൽഡ്സ് വാസ് എ ഫീച്ചർ ഓഫ് ദ പാണ്ഡ്യൻ ട്രേഡ്. ഈ പാണ്ഡ്യാസ് ട്രേഡ് നടത്തുന്ന സമയത്ത് എന്തും കൂടെ ഉണ്ടായിരുന്നു? അവർക്ക് മെർച്ചൻ്റ് ഗിൽഡുകളുണ്ടായിരുന്നു. മെർച്ചൻ്റ് ഗിൽഡുകളെ പറ്റിയും സൈനീസിനെ പറ്റിയും നമ്മൾ പഠിച്ചതായിരുന്നു കഴിഞ്ഞ പാർട്ടിൽ അല്ലേ. അപ്പോൾ അത് കാണാത്തവരത് ജസ്റ്റ് ഒന്ന് പോയി നോക്കി മനസ്സിലാക്കിയിട്ട് വരിക. ഇനി നോക്കി മനസ്സിലാക്കാൻ മടിയുള്ളവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. മെർച്ചൻ്റ് ഗിൽഡുകൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, പല ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാരെല്ലാവരും കൂടെ ചേർന്ന് തുടങ്ങുന്ന ഒരു ഓർഗനൈസേഷൻ, ഒരു ഗ്രൂപ്പിനെയാണ് എന്തെന്ന് പറയുന്നത്? മെർച്ചൻ്റ് ഗിൽഡുകൾ എന്ന് പറയുന്നത്. സോ ഇതിനെ നോർത്ത് ഇന്ത്യയിൽ വിളിച്ചുകൊണ്ടിരുന്ന പേര് സൈനീസ് എന്നായിരുന്നു. അതാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇതിനെ സൗത്ത് ഇന്ത്യയിൽ വിളിക്കുന്ന കാര്യം വാണിക എന്നുള്ളതാണ്. കാര്യം നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ട്രേഡും കാര്യങ്ങളും ഒക്കെ എത്തിയതാണല്ലോ പഠിക്കുന്നത്. അപ്പം വാണിക എന്നുള്ളത് സൗത്ത് ഇന്ത്യയിൽ വിളിക്കും, ഇത് നോർത്ത് ഇന്ത്യയിൽ സൈനീസ് എന്ന് വിളിക്കും. ഇനി
ഓരോ ഗിൽഡിനും സ്പെഷ്യലൈസ്ഡ് ഇൻ ദ ട്രേഡ് ഓഫ് പർട്ടിക്കുലർ പ്രോഡക്റ്റ്. അപ്പോൾ ഓരോ ഗിൽഡുകളുണ്ട്. അപ്പം കാർപ്പൻറ്റേഴ്സിൻ്റെ ഒരു ഗിൽഡ് കാണാം, ഇത് ടാനിങ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഗിൽഡ് കാണാം. ഇങ്ങനെ പല ആൾക്കാരും പല ഗിൽഡുകളും ഉണ്ട്. അപ്പോൾ ഈ പല ഗിൽഡുകളും പ്രത്യേക പ്രോഡക്റ്റുകളാണ് ഓരോ ഗിൽഡുകളും ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ തുണി തയ്ക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പോട്ടറി ഉണ്ടാക്കുന്നവരായിരിക്കാം, ഇങ്ങനെ പോട്ട്സ് ഉണ്ടാക്കുന്നവർ, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഗിൽഡുകളും ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. സോ നഗരറ്റേഴ്സ് എന്ന് പറയുന്നത് ട്രേഡേഴ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നഗരറ്റാസ് എന്ന് പറയുന്നത്. സോ പെപ്പർ, സാൻഡൽ, ഗോൾഡ്, പേൾ വേർ ദ ചീഫ് ഐറ്റംസ് ഓഫ് എക്സ്പോർട്ട് ഫ്രം ദ പാണ്ഡ്യൻ കിങ്ഡം. അപ്പം നമ്മൾ കഴിഞ്ഞ പാരഗ്രാഫിൽ ഒരു പകുതി വരെ പല്ലവയെ പറ്റി പഠിച്ചു. മെർച്ചൻ്റ് ഗിൽഡുകൾ തൊട്ടാണ് പാണ്ഡ്യൻ ട്രേഡിനെ പറ്റി പഠിക്കുന്നത്. സോ പാണ്ഡ്യൻ ട്രേഡിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ പാണ്ഡ്യൻ ട്രേഡിൻ്റെ മെയിനായിട്ട് അവർ എക്സ്പോർട്ട് ചെയ്തിരുന്ന ഐറ്റം, എക്സ്പോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനാണ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. പെപ്പർ, സാൻഡൽ അറിയാം, ചന്ദനം, ഗോൾഡ്, പേള്, മുത്തുകൾ, ഇതൊക്കെയാണ് ഇവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പാണ്ഡ്യാസ് ആരുമായിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്? റോമക്കാർ, ഗ്രീക്കുകാർ, ചൈനീസുകാർ, അറബുകാർ തുടങ്ങിയ ആൾക്കാർ കൂടെയാണ് പാണ്ഡ്യാസ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ട്രേഡ് ചെയ്യാൻ ഇവരെ ഉപയോഗിച്ചിരുന്ന പോർട്ട് ഏതാ? കോർക്കായി, കായൽപട്ടണം, പെരിയപട്ടണം. ഞാൻ ഈ സ്ഥലമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അന്ന് തൊട്ടേ ഈ കപ്പൽ വഴി ഇത്രയും സ്ഥലങ്ങളിലൊക്കെ പോയി വലിയ ട്രേഡുകളും കാര്യങ്ങളൊക്കെ 6-ാം നൂറ്റാണ്ട് കാലഘട്ടത്തെ ഇവരുണ്ടായിരുന്നു. സോ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ, ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് വെറൈറ്റി ഓഫ് ക്രാഫ്റ്റ്സ് ബിക്കെയിം ദ സോഴ്സസ് ഓഫ് റവന്യൂ ടു പല്ലവ ആൻഡ് പാണ്ഡ്യ കിങ്ഡംസ്. അപ്പോൾ പാണ്ഡ്യ കിങ്ഡത്തിനും പല്ലവ കിങ്ഡത്തിനും എവിടുന്ന റവന്യൂ, സമ്പത്ത് കിട്ടിക്കൊണ്ടിരുന്നത്? ഇവരുടെ അഗ്രികൾച്ചർ വഴി. ഈ അഗ്രികൾച്ചർ കാരണം ഒരുപാട് സാധനങ്ങൾ വന്നെന്ന് പറഞ്ഞു, സർപ്ലസ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? കച്ചവടം ചെയ്യാൻ തുടങ്ങി, ട്രേഡ് നടത്താൻ തുടങ്ങി. ഇനി ഇതുപോലെ പല ക്രാഫ്റ്റ് ഐറ്റങ്ങൾ, അതായത് തുണികൾ, പോട്ട്സ് ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം, ഗ്ലാസ് മേക്കിംഗ് തുടങ്ങിയതെല്ലാം വഴി ഇവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? പൈസയും റവന്യൂ, അല്ലേ, ഖജനാവിലേക്ക് ഒരുപാട് കാശ് കിട്ടാനും പല്ലവ പാണ്ഡ്യ കിങ്ഡങ്ങൾ വളരാനും തുടങ്ങി. ഇനി ലാൻഡ് ടാക്സ് കൂടെയുണ്ട് ഇവർക്ക് മെയിനായിട്ട് കിട്ടുന്ന ഇൻകം, അല്ലെ. ലാൻഡ് ടാക്സ് വാസ് ദ ചീഫ് സോഴ്സ് ഓഫ് ഇൻകം. ഇപ്പം ലാൻഡിൽ നിന്നും ഇവരെന്ത് ചെയ്യും? ആൾക്കാരിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യാറും ഉണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാർ എത്ര ടാക്സാണ് കൊടുക്കേണ്ടത്? പീപ്പിൾ ഹാഡ് ടു പേ 1/10 to 1/6. ചില ആൾക്കാർ 10% ടാക്സ് കൊടുക്കും, ചിലവരെന്താണ് 6% കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ടാക്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ദോസ് എൻഗേജ്ഡ് ഇൻ ഡിഫറെൻറ്റ് ക്രാഫ്റ്റ്സ് ഹാഡ് ടു പേ ടാക്സസ്, അല്ലെ. ഇനി പല ജോലികൾ ചെയ്യുന്ന പല ക്രാഫ്റ്റ് വർക്കുകൾ, അതായത് ജുവലറി, ഗ്ലാസ് മേക്കിംഗ്, പോട്ടറി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കും ടാക്സ് അടയ്ക്കണം. ഇനി അറ്റ് ദ സെയിം ടൈം ബ്രഹ്മദേയ, land granted to temples and the agraharas, Brahmin villages, were exempted from land tax. അപ്പോൾ ഈ ലാസ്റ്റ് പോയിന്റ് പഠിക്കുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിൽ എന്താണ് ബ്രഹ്മസ്വം അല്ലെങ്കിൽ ബ്രഹ്മദേയ? എന്താണ് ബ്രഹ്മസ്വം അല്ലെങ്കിൽ ബ്രഹ്മദേയ? ലാൻഡ് ഗ്രാൻഡഡ് ടു എ ഗ്രൂപ്പ് ഓഫ് ബ്രാഹ്മിൻസിന് ഒരു ഗ്രൂപ്പ് ഓഫ് ബ്രാഹ്മിൻസിന് കൊടുക്കുന്ന ഭൂമിയെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ബ്രഹ്മദേയ അല്ലെങ്കിൽ ബ്രഹ്മസ്വം എന്ന് വിളിക്കുന്നത്. ഇനി അഗ്രഹാര എന്ന് വെച്ചാൽ എന്താണ്? ബ്രാഹ്മിൻസ് ജീവിക്കുന്ന വില്ലേജുകളെയാണ് എന്തെന്ന് പറയുന്നത്? അഗ്രഹാരാസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇനി നമുക്ക് ഈ 2 പോയിന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അവസാനത്തെ. അറ്റ് ദ സെയിം ടൈം ബ്രഹ്മദേയ, ലാൻഡ് ഗ്രാൻഡഡ് ടു ടെമ്പിൾസ്, അല്ലേ. അപ്പോൾ എന്താണെന്ന് നമുക്കറിയാം. ബ്രഹ്മദേയ എന്ന് പറഞ്ഞത് ടെമ്പിൾസിനായാലും ബ്രാഹ്മിൻസിനായാലും കൊടുക്കുന്ന ഭൂമിയാണെന്നറിയാം. ആൻഡ് അഗ്രഹാരാസ് എന്ന് പറയുന്നത് ബ്രാഹ്മിൻസ് ജീവിക്കുന്ന വില്ലേജുകളാണ്. ഇവർക്കൊന്നും എന്ത് ചെയ്യണ്ട? വേർ എക്സംപ്റ്റഡ് ഫ്രം ലാൻഡ് ടാക്സ്. ഇവർക്ക് ടാക്സ് അടയ്ക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. മനസ്സിലായോ? സോ ഇനി നമ്മളെ റൈറ്റ് സൈഡിൽ ആ ഒരു ബോക്സിനകത്ത് തന്നെ ലാസ്റ്റത്തെ ഒരു കാര്യവും കൂടെയുണ്ട്, ദേവസ്വം ഓർ ദേവദാനം. എന്താണ് ദേവദാനം? ലാൻഡ് ഗിഫ്റ്റഡ് ടു ദ ഡയറ്റി. നമ്മൾ ദാനം കൊടുക്കുമെന്ന് പറയില്ലേ? അപ്പം കോവിലിലെ ഡയറ്റിക്ക്, അതായത് നമ്മുടെ പ്രതിഷ്ഠ, ദൈവത്തിന് കൊടുക്കുന്നത്, ഡയറ്റി ഓർ ദ ടെമ്പിൾ കെയിം ടു ബി കോൾഡ് ദേവദാനം. അപ്പോൾ നമ്മൾ ദൈവത്തിനോ ടെമ്പിളിനോ ഒരു ദാനമായിട്ട് നമ്മൾ കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ദേവദാനം അല്ലെങ്കിൽ ദേവസ്വം എന്ന് പറയുന്നത്. ദിസ് ലാൻഡ് വാസ് അഡ്മിനിസ്ട്രേർഡ് ബൈ ദ ടെമ്പിൾ ട്രസ്റ്റീസ്. അപ്പോൾ നമ്മൾ ദൈവത്തിനോ ടെമ്പിളിനോ കുറച്ച് ഭൂമി കൊടുക്കുകയാണെങ്കിൽ ഈ ഭൂമി മുഴുവൻ ഭരിക്കുന്നത് ആരായിരിക്കും? ടെമ്പിളിനകത്ത് ജോലി ചെയ്യുന്ന സേവകരായിരിക്കും എന്ത് ചെയ്യുന്നത്? ടെമ്പിൾ ട്രസ്റ്റി എന്ന് പറയുന്ന അറിയാമല്ലോ, നമ്മൾ ഈ ഒരു ഓർഗനൈസേഷൻ, ആ ടെമ്പിൾ നടത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാരായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഭൂമി മുഴുവൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, ഭരിക്കുന്നത്. So discuss the economic changes brought about by the spread of land grant system to South India. അപ്പോൾ ഈ ലാൻഡ് ഗ്രാൻറ്റുകൾ വന്നപ്പോൾ എങ്ങനെയാണ് സൗത്ത് ഇന്ത്യയിലെ സാമ്പത്തിക മാറ്റങ്ങൾ, എക്കോണമിക് ചേഞ്ചുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ, അല്ലേ. അഗ്രികൾച്ചർ ഒരുപാട് വളരാൻ തുടങ്ങി. കാര്യം ലാൻഡ് ഗ്രാൻറ്റുകൾ ബ്രാഹ്മിൻസിന് കൊടുത്തപ്പം അവരെന്ത് ചെയ്യാൻ തുടങ്ങി? കൾട്ടിവേറ്റ് ചെയ്ത്
ട്രേഡ് കൂടി, അഗ്രികൾച്ചർ കൂടി. ഇനി ഇറിഗേഷൻ ഫെസിലിറ്റീസും ഡെവലപ്മെൻറ്റും അല്ലേ, ഒരുപാട് റിസർവോയേഴ്സ്, അതുപോലെ ഗതിയന്ത്ര തുടങ്ങിയ ടാങ്കുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വയ്ക്കാൻ തുടങ്ങി. സ്റ്റേറ്റിന് എങ്ങനെയും കളക്ട് ചെയ്യാം, ഗ്രാൻഡഡ് ലാൻഡ്, അതായത് ലാൻഡ് ടാക്സും ആൾക്കാർക്ക് നിന്നും കളക്ട് ചെയ്യാം. പിന്നെ ലാൻഡ് ഗ്രാൻഡുകൾ ടെമ്പിളിന് കൊടുത്തപ്പോൾ, ടെമ്പിളിന് ഭൂമി കൊടുത്തപ്പം ടെമ്പിളും എന്ത് ചെയ്യാൻ തുടങ്ങി, അതിൻ്റെ ഒപ്പം വളരാൻ തുടങ്ങി. അതാണ് ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. സോ നൗ ലെറ്റ് us ഡിസ്കസ് ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് സൗത്ത് ഇന്ത്യ. ഇനി നമുക്ക് നമ്മുടെ ഇവിടെയുള്ള സാംസ്കാരികമായിട്ടുള്ള വളർച്ചയും അതുപോലെ തന്നെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെയും പറ്റിയിട്ടാണ് നമുക്കിനി നോക്കാനുള്ളത്. സോ പല്ലവ ആൻഡ് പാണ്ഡ്യ സൊസൈറ്റീസ് വെയർ ബേസ്ഡ് ഓൺ കാസ്റ്റ് സിസ്റ്റം. അപ്പോൾ പല്ലവ ആയാലും പാണ്ഡ്യ സൊസൈറ്റിയിലായാലും അവർ കാസ്റ്റ് സിസ്റ്റത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ദ ബ്രാഹ്മിൻസ് ഹു റിസീവ്ഡ് ലാർജ് എക്സ്റ്റെൻസ് ഓഫ് ലാൻഡ് ആസ് ബ്രഹ്മദേയ വെയർ വെൽത്തി. അല്ലേ, ബ്രഹ്മദേയ നമ്മൾ എന്താണെന്ന് പഠിച്ചു, ഒരു കൂട്ടം ബ്രാഹ്മിൻസിന് കിട്ടുന്ന ഭൂമിയെയാണ് എന്തെന്ന് പറയുന്നത്, ബ്രഹ്മദേയ. അപ്പോൾ ഈ ബ്രാഹ്മിൻസിന് ഒരുപാട് ബ്രഹ്മദേയെ കിട്ടിത്തുടങ്ങി, അല്ലെ ഒരുപാട് ഭൂമി കിട്ടിത്തുടങ്ങിയത് കൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് വളരെയധികം വെൽത്തിയായി, സമ്പത്തുള്ളവരായി. അതുപോലെ സൊസൈറ്റിയിലെ ഏറ്റവും ഡോമിനൻറ്റ്, ആധിപത്യമുള്ള ആൾക്കാരായി. ഇവരാണ് ഏറ്റവും ടോപ്പ് സൊസൈറ്റിയിലുള്ളവർ. അങ്ങനെ ദോസ് ഹു വെയർ കൺസിഡേർഡ് ആസ് ലോ കാസ്റ്റ് സഫേർഡ് മെനി ഹാർഡ്ഷിപ്സ്. ദെയർ വെയർ ഓൾസോ സെക്ഷൻസ് ഔട്ട്സൈഡ് ദ വർണ്ണ സിസ്റ്റം. അപ്പോൾ ഇതിനകത്തില്ലാത്ത ബ്രാഹ്മിൻസ് അല്ലാത്ത ആൾക്കാർ, ലോ കാസ്റ്റിൽ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ എപ്പോഴും ഹാർഡ്ഷിപ്സ്, കഷ്ടപ്പാടുകളായിരുന്നു. മാത്രമല്ല ദെയർ വെയർ ഓൾസോ സെക്ഷൻസ് ഔട്ട്സൈഡ് ദ വർണ്ണ സിസ്റ്റം. അപ്പോൾ നമ്മൾ വർണ്ണ സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ക്ഷത്രിയാസ്, ശൂദ്രാസ്, ബ്രാഹ്മിൻസ്, വൈശ്യാസ്. അപ്പോൾ ഈ വർണ്ണ സിസ്റ്റത്തിൽ ഇല്ലാത്ത പല സെക്ഷനുകളും എന്ത് ചെയ്തു, ഇപ്പോൾ വന്നു തുടങ്ങി. There was a village autonomy in the Pallava and Pandya kingdoms. അതുപോലെ വില്ലേജ് ഓട്ടോണമി എന്ന് സ്വയം ഭരണം. അപ്പം വില്ലേജ് ഭരണമൊക്കെ എന്തുണ്ടായിരുന്നു, പല്ലവയുടെയും പാണ്ഡ്യ കിങ്ഡത്തിൽ വില്ലേജിൽ ഒരു മെയിനായിട്ടുള്ള ഒരു ഹെഡ് കാണും, ഈ പുള്ളിക്കാരനെ എന്ത് ചെയ്യും, ഭരിക്കും, തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു. വില്ലേജ് കോർട്ട്സ് ഓൾസോ എക്സിസ്റ്റഡ്. അപ്പോൾ എന്തെങ്കിലും നിയമമൊക്കെ ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ വില്ലേജിൽ തന്നെ കോടതിയും കാര്യങ്ങളുണ്ട്, അവർ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, ചർച്ച ചെയ്ത് തീരുമാനിക്കും. എഡ്യൂക്കേഷൻ, ജസ്റ്റിസ് എക്സെട്ര വെയർ administered and disputes were discussed and settled through collective opinion. അല്ലേ, ഇനി എഡ്യൂക്കേഷൻ, ജസ്റ്റിസ്, അല്ലേ, വിദ്യാഭ്യാസം, നീതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരുന്നു, വേർ അഡ്മിനിസ്ട്രേഡ്, നടപ്പിലാക്കിയിരുന്നു. ആൻഡ് ഡിസ്പ്യൂട്ട്സ്, ആൾക്കാരുടെ ഇടയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വില്ലേജിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർ ഡിസ്കസ് ചെയ്തിട്ട് ഇതെങ്ങനെ പരിഹരിക്കുക, ത്രൂ കളക്റ്റീവ് ഒപ്പീനിയൻ, എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു തീരുമാനം നോക്കി അവർ മൊത്തത്തോടെ അവസാനം ഒരു ഡിസിഷനിൽ എത്തും. കിങ്സ് ഡിഡ് നോട്ട് ഇൻ്റർഫിയർ ഇൻ സച്ച് മാറ്റേഴ്സ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊന്നും, വില്ലേജിൽ നടക്കുന്ന കാര്യങ്ങളിലൊന്നും ആര് വന്ന് ഇടപെടത്തില്ല, കിങ്സ് വന്ന് ഇടപെടത്തില്ല. അത് വില്ലേജിൽ സ്വയംഭരണ സ്ഥലം, അവർക്ക് തന്നെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. അതുപോലെ വേറെ കാര്യങ്ങളും അവർ എന്ത് ചെയ്യത്തില്ല, തിരക്കത്തില്ല. നെയ്തർ ഡിഡ് ദേ ഇൻ്റർഫിയർ ഇൻ ദ കസ്റ്റംസ്, അല്ലെ, അവിടെയുള്ള ആചാരങ്ങളെ പറ്റിയിട്ടൊന്നും അവർ ചോദ്യം ചെയ്യാൻ വരില്ല. പ്രാക്ടീസസ് ഓഫ് വർഷിപ്പ്, അല്ലെ, ദൈവത്തിനെ ആചാരിക്കുന്ന, നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ പല രീതികളിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പല ആൾക്കാർ, അല്ലേ. അപ്പോൾ ഇതിനകത്ത് പറ്റിയൊന്നും ചോദിക്കത്തില്ല. അവിടെയുള്ള കാസ്റ്റ് റൂൾസ്, ഓരോ ജാതികൾക്കും എങ്ങനത്തെ റൂളുകളാണുള്ളത്, ഇതിനെപ്പറ്റിയൊന്നും കിങ് വന്ന് ഇടപെടത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്കറിയാം ജൈനിസവും ബുദ്ധിസവും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഗൗതമ ബുദ്ധ, മഹാവീര തുടങ്ങിയ ജൈനിസം ബുദ്ധിസം പഠിച്ച സമയത്ത് which we studied earlier were flourishing in South India. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ബിഫോർ ദ പല്ലവ പീരീഡിന് മുമ്പേ തന്നെ ജൈനിസവും ബുദ്ധിസവും ഒക്കെ ഒരുപാട് സൗത്ത് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചതാണ് ബുദ്ധിസം ഇൻ കേരള, ജൈനിസം ഇൻ കേരള, അല്ലേ. അതൊക്കെ പഠിക്കാത്തവർക്ക് വീണ്ടും പഴയ വീഡിയോസൊക്കെ പോയി നോക്കി അതൊക്കെ ഒന്ന് നോക്കിയിട്ടൊക്കെ വരാം. സോ ബട്ട് ദീസ് റിലീജിയൻസ് ഡിക്ലൈൻ വിത്ത് ദ ഇൻക്രീസ്ഡ് പവർ ഓഫ് ബ്രാഹ്മിൻസ്. അപ്പോൾ ഈ ജൈനിസവും ബുദ്ധിസവും നല്ല പവർഫുള്ളായിട്ടിരുന്ന സമയത്ത് നമ്മുടെ ഈ പല്ലവാസൊക്കെ വന്ന പോലെ ഈ ബ്രാഹ്മിൻസിൻ്റെ വളർച്ച കാരണം ഈ ജൈനിസവും ബുദ്ധിസവും എന്ത് ചെയ്തു, തകരാൻ തുടങ്ങി. അതിന് മെയിനായിട്ടുള്ള കാര്യം, ബോത്ത് പല്ലവാസ് ആൻഡ് പാണ്ഡ്യാസ് ബിൽട്ട് ശൈവ ആൻഡ് വൈഷ്ണവ ടെമ്പിൾസ്, അല്ലേ. ശൈവ എന്ന് പറഞ്ഞാൽ എന്താണ്, ശിവഭക്തർ. വൈഷ്ണവ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവർ വന്നതോടെ ബുദ്ധിസം എന്ത് ചെയ്തു, അങ്ങ് ഇടിഞ്ഞുപോയി. ആൻഡ് എൻകറേജ്ഡ് ദ ഭക്തി മൂവ്മെൻറ്റ്. അതുപോലെ തന്നെ ഇവർ എൻകറേജ് ചെയ്യാൻ തുടങ്ങി, ഭക്തി മൂവ്മെൻറ്റ്, അല്ലേ. ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ദൈവത്തിനെ ഒരു ദൈവത്തിനെ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി എല്ലാ ദാനങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു രീതിയാണ് ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഭക്തി മൂവ്മെൻറ്റും വന്നു, ശൈവേഴ്സിനെയും വൈഷ്ണവാസിനെയും പ്രാർത്ഥിക്കുന്ന ആൾക്കാർ വന്നതോടെ ജൈനിസവും ബുദ്ധിസവും എന്ത് ചെയ്തു, ഡിക്ലൈൻ ചെയ്തു. അതൊരു ചോദ്യമായിട്ട് ചോദിക്കാം, വൈ ജൈനിസം ആൻഡ് ബുദ്ധിസം ഡിക്ലൈൻ
ഡിക്ലൈൻഡ് ഇൻ സൗത്ത് ഇന്ത്യ എന്നുള്ള രീതിയിൽ ചോദിക്കാം 2 മാർക്സ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട്. സോ ഇനി ഐഡിയാസ് ഓഫ് ബ്രഹ്മാനിക്കൽ റീജിയൻ ആൻഡ് ഭക്തി വെയർ റിഫ്ലക്റ്റഡ് വെൽ ഇൻ ദ സൗത്ത് ഇന്ത്യൻ ലിറ്റററി വർക്ക്സ് ഓഫ് ദാറ്റ് പീരീഡ്. അപ്പോൾ അന്നത്തെ കാലത്ത് നമുക്ക് മനസ്സിലായി ബ്രാഹ്മിൻസിൻ്റെ റിലീജിയൻ ഒരുപാട് വളരാൻ തുടങ്ങി, അതുപോലെ തന്നെ ഭക്തി മൂവ്മെൻറ്റ് വളരാൻ തുടങ്ങി. ഈ വളർച്ചയെല്ലാം സൗത്ത് ഇന്ത്യൻ ലിറ്റററി വർക്ക്സ്, നമ്മുടെ സാഹിത്യ ബുക്കുകളിലൊക്കെ ഇവരെ പറ്റിയിട്ടൊക്കെ ഉള്ള കാര്യംസ്, ഇവരുടെ ഐഡിയാസ്, ഇവരുടെ ആശയങ്ങളെ പറ്റിയിട്ടൊക്കെ ബുക്കുകളിലൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ പല്ലവാസ് എൻകറേജ്ഡ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ, അല്ലേ? പല്ലവാസ് പിന്നെ ഇവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് മറ്റൊരു കാര്യം എന്താണ്? സംസ്കൃതം, അല്ലേ? സംസ്കൃതം ഇവർ ഒരുപാട് എൻകറേജ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല്ലവ രാജാവായ മഹേന്ദ്രവർമ്മൻ വൺ വാസ് എ സാൻസ്ക്രിറ്റ് സ്കോളർ, അല്ലേ? അപ്പോൾ സംസ്കൃത പണ്ഡിതനായിരുന്നു ആരെന്ന് പറയുന്നത് മഹേന്ദ്രവർമ്മൻ വൺ എന്ന് പറയുന്ന പല്ലവ രാജാവ്. പുള്ളിക്കാരൻ എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ് മട്ടവിലാസ പ്രഹസന എന്ന് പറയുന്ന ബുക്ക്. ഇത് എഴുതിയിരിക്കുന്ന ആരാണ്? മഹേന്ദ്രവർമ്മനാണ്. ഇനി temples of South India had a considerable influence of the life of the people at that time. Temples were the chief works of art that period, അല്ലേ? അപ്പം ടെമ്പിൾസ് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്? ആൾക്കാരെ ജീവിതത്തിൽ സ്വാധീനം ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഈ ടെമ്പിൾസിലാണ് ഒരുപാട് ആർട്ട് വർക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും, അല്ലേ? ഇപ്പോൾ നമ്മൾ ഏതൊരു ടെമ്പിളിൽ പോയാലും ഒരുപാട് പ്രതിമകൾ, പെയിൻറ്റിങ്സ്, അല്ലേ? ഈ ബിൽഡിങ്സ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈല് തുടങ്ങിയ കാര്യങ്ങളല്ല. അപ്പോൾ ടെമ്പിൾസ് വെച്ച് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ജോലിയും കാര്യങ്ങളും ഒക്കെ അന്നേ കിട്ടിക്കൊണ്ടിരുന്നു. സോ ഇമ്പോർട്ടൻറ്റ് ടെമ്പിൾസ് ഓഫ് ദ പീരീഡ് ആർ സിറ്റുവേറ്റഡ് ഇൻ കാഞ്ചീപുരം, മഹാബലിപുരം, മധുരൈ. അപ്പം നെക്സ്റ്റ് പേജിൽ ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മഹാബലിപുരത്തിൻ്റെ കൊടുത്തിട്ടില്ല. സോ അതിൻ്റെ ഞാൻ പിക്ക് ഇട്ടേക്കാം. സോ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മഹാബലിപുരം, കാഞ്ചീപുരം, മധുരൈ തുടങ്ങിയതായിരുന്നു മെയിൻ ടെമ്പിള്. സോ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ കൺസ്ട്രക്ഷൻ നോൺ ആസ് ദ്രാവീഡിയൻ സ്റ്റൈൽ. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ടെമ്പിൾ നിർമ്മാണ ശൈലിയെ വിളിക്കുന്ന ഒരു സ്റ്റൈലാണ് ദ്രാവീഡിയൻ സ്റ്റൈൽ എന്ന് പറയും. സോ ഇവോൾവ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് പല്ലവാസ്. അപ്പോൾ ഈ ദ്രാവീഡിയൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ്, അല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന പിക്ചേഴ്സ്, ഇതിലൊക്കെ നമ്മൾ എന്താണ് ഓരോ ടെമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്ന രീതി കണ്ടല്ലോ. ഈ ഒരു സ്റ്റൈലിനെയാണ് എന്തെന്ന് പറയുന്നത്? ദ്രാവീഡിയൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രാജുവലി ടെമ്പിൾ കൺസ്ട്രക്ഷൻസ് ഡെവലപ്ഡ് ത്രൂ 3 phases. അങ്ങനെ പയ്യെ ടെമ്പിൾ കൺസ്ട്രക്ഷൻ 3 വിഭാഗമായിട്ട് മാറുകയാണ്. റോക്ക് കട്ട് ടെമ്പിൾസ്, മോണോലിത്തിക് ചാരിയറ്റ് ടെമ്പിൾസ്, സ്ട്രക്ചറൽ ടെമ്പിൾസ്. ഇതിൽ സ്ട്രക്ചറൽ ടെമ്പിൾസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. സ്റ്റോൺസും റോക്സും ഒക്കെ ഉപയോഗിച്ച്, ബ്രിക്സൊക്കെ ഉപയോഗിച്ച് വയ്ക്കുന്ന ടെമ്പിളുകളെയാണ് സ്ട്രക്ചറൽ ടെമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി റോക്ക് കട്ട് ടെമ്പിൾസും മോണോലിത്തിക് ചാരിയറ്റ് ടെമ്പിൾസും എന്താണെന്നുള്ളത് ഞാൻ പിക്ചർ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റോക്കിൽ നിന്നും കട്ട് ചെയ്തെടുത്ത് ഉണ്ടാക്കുന്നതും, അതുപോലെ ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രഥം. അപ്പോൾ ഈ കോവിലുകളിലൊക്കെ ഒരുപാട് രഥങ്ങളും തുടങ്ങിയ പ്രതിമകളൊക്കെ വെച്ചിട്ടൊക്കെ ഉള്ള ടെമ്പിൾസൊക്കെയാണ് മോണോലിത്തിക് ചാരിയറ്റ് ടെമ്പിൾ എന്ന് പറയുന്നത്. സോ ഇനി അവസാനം നമുക്കൊരു 2 ടോപ്പിക് കൂടെയാണുള്ളത്. നമുക്ക് ഈ ദ്രാവീഡിയൻ ആർക്കിടെക്ചറിനെ പറ്റി നമുക്ക് നോക്കാം. സോ ടെമ്പിൾ ബിൽഡിംഗ് വാസ് ദെയർ ഇൻ ഇന്ത്യ ഫ്രം ഏൻഷ്യൻ ടൈംസ്, അല്ലേ? ടെമ്പിൾസൊക്കെ പണ്ട് തൊട്ടേ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. ദെയർ വെയർ 3 സ്റ്റൈൽസ് ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ. അപ്പം ടെമ്പിൾ ആർക്കിടെക്ചറിൽ പ്രധാനമായിട്ട് 3 എണ്ണമാണുള്ളത്. നഗര ആൻഡ് വസര സ്റ്റൈൽ, അല്ലേ? എന്തൊക്കെയാണുള്ളത്? നഗര, വസര. മൂന്നാമത്തേത് ഏതാണ്? ദ്രാവീഡിയൻ സ്റ്റൈൽ. അപ്പം നഗര ആൻഡ് വസര സ്റ്റൈൽസ് വെയർ ഫോളോവഡ് ഇൻ നോർത്ത് ഇന്ത്യ. അപ്പോൾ നോർത്ത് ഇന്ത്യയിലാണ് നഗരയും വസരയും സ്റ്റൈല് ഉണ്ടായിരുന്നെങ്കിൽ ദ്രാവീഡിയൻ സ്റ്റൈൽ എവിടെയായിരുന്നു? സൗത്ത് ഇന്ത്യയിലാണ്. അതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത, ദ്രാവീഡിയൻ ആർക്കിടെക്ചറിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഹ്യൂജ് മണ്ഡപം, അല്ലേ? ഒരുപാട് വലിയ രീതിയിലുള്ളൊരു മണ്ഡപം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും മുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ പറ്റും. ഇനി ഓരോന്നും നമുക്ക് പറയുന്നുണ്ട്, ഈ മണ്ഡപം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം താഴെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. സോ പല്ലവാസ് വെയർ ദ ഫസ്റ്റ് ടു പ്രൂവ് എക്സലൻസ് ഇൻ ദ്രാവീഡിയൻ ആർക്കിടെക്ചർ. അപ്പോൾ പല്ലവാസ് ആയിരുന്നു എന്ത് കൊണ്ടുവന്നത്? എക്സലൻസ്, അതായത് മികവ് കൊണ്ടുവന്നത്. ദ്രാവീഡിയൻ ആർക്കിടെക്ചറിലെ ഏറ്റവും മികവ് പുറത്തെടുത്തത് ആരായിരുന്നു? പല്ലവാസ് ആയിരുന്നു. കാര്യം മഹാബലിപുരത്തിലെ ടെമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും ഒരു ടെമ്പിൾ ബിൽഡിങ്ങിൻ്റെ ഒരു എക്സലൻസ് അല്ലെങ്കിൽ മികവ് നമുക്ക് കാണാൻ കഴിയും മഹാബലിപുരം ക്ഷേത്രത്തിൽ. ഞാൻ ആ പിക്ചർ ഇട്ടിട്ടുണ്ട്. സോ അറ്റ് ദ സെയിം ടൈം ലാർജസ്റ്റ് നമ്പർ ഓഫ് ടെമ്പിൾസ് ഇൻ ദ ദ്രാവീഡിയൻ സ്റ്റൈൽ വെയർ ബിൽറ്റ് ബൈ ദ ചോളാസ്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ചോള സാമ്രാജ്യവും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരുപാട് ടെമ്പിൾസ് ഉണ്ടാക്കിയിരുന്നു ഈ ദ്രാവീഡിയൻ സ്റ്റൈലിനെ വെച്ചിട്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ തമിഴ്നാട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ടെമ്പിൾസും ഈ ചോളന്മാർ വച്ചിട്ടുള്ളതൊക്കെ നമുക്ക് കാണാൻ കഴിയും. സോ ഇനി നമ്മൾ പാണ്ഡ്യാസിനെ പറ്റി നോക്കുകയാണ്. ഈ പാണ്ഡ്യാസിൻ്റെ ദ്രാവീഡിയൻ ആർക്കിടെക്ചറിൽ ഇവർ മെയിനായിട്ട് ഉണ്ടാക്കിയ 2 ടെമ്പിളാണ് മധുര മീനാക്ഷി ടെമ്പിൾ,
മധുരയിലാണ്. അതുപോലെ ശ്രീരംഗം ടെമ്പിൾ, ഇത് രണ്ടും ആർ ദ ഫേമസ് കൺസ്ട്രക്ഷൻസ് ഓഫ് ദ പാണ്ഡ്യാസ്. പാണ്ഡ്യസിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് മീനാക്ഷി ടെമ്പിളും അതുപോലെ ശ്രീരംഗം ടെമ്പിളും. ഇനി നമ്മൾ നോക്കുന്നത് എവിടെയാണ്? ടെമ്പിൾസ് ബിൽറ്റ് ഇൻ ദ്രാവിഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഹാവ് സർട്ടൺ സ്പെസിഫിക് ഫീച്ചേഴ്സ്, അല്ലേ? അപ്പോൾ ഈ ഓരോ കോവിലുകൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അതായത് ദേ ആർ ശ്രീകോവിൽ ഓർ ഗർഭഗൃഹ, സാങ്ക്ടം സാങ്ച്വോറിയം എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു ടെമ്പിളിൻ്റെ ഈ ഒരു ഭാഗത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗർഭഗൃഹ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാങ്ക്ടോറിയം, അല്ലെങ്കിൽ ശ്രീകോവിൽ. നമ്മൾ ശ്രീകോവിൽ എന്ന് പറയത്തില്ല, നമ്മളെ ഉള്ളിലിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? ശ്രീകോവിൽ എന്ന് പറയുന്നത്. ഇനി വിമാന എന്ന് പറയുന്നത് എന്താണ്? ടെമ്പിൾ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന സ്ഥലമാണ് വിമാന എന്ന് പറയുന്നത്. ഷിക്കാര എന്ന് പറയുന്നത് എവിടെയാണ്? ടോപ്പ് പോർഷൻ ഓഫ് ദ വിമാന. ഈ വിമാനയിലെ തന്നെ ഏറ്റവും ടോപ്പിലാണ് എന്ത് വരുന്നത്? ഷിക്കാര എന്ന് പറയുന്നത്. ഇനി മണ്ഡപ ആൻഡ് പ്രദക്ഷിണപാത, അതുപോലെ തന്നെ മണ്ഡപം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, അത് നമ്മുടെ മെയിനായിട്ടുള്ള, നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു ഏരിയയാണ് എന്തെന്ന് പറയുന്നത്? മണ്ഡപം എന്ന് പറയുന്നത്. ഇനി പ്രദക്ഷിണപാത എന്ന് പറഞ്ഞാൽ പാത്ത് ഫോർ സർക്കംആംബുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ കോവിലിൻ്റെ ചുറ്റും നമ്മൾ നടന്ന് തൊഴുമല്ലോ, ആ നടന്ന് തൊഴുന്ന സ്ഥലത്തിനെയാണ് പ്രദക്ഷിണപാത എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ദ്രാവിഡിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലെ പ്രധാനമായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കാണും ഒരു ദ്രാവിഡിയൻ ടെമ്പിളിൽ. സോ ജൈജാൻറ്റിക് എൻട്രൻസ് ഗേറ്റ്വേസ്, ടോൾ ഗോപുരാസ്, അല്ലേ, ടവേഴ്സ്, അല്ലേ. അപ്പം വലിയ ഗോപുരങ്ങളും അതുപോലെ വലിയ എൻട്രൻസും, വലിയ നമുക്ക് എന്താണ് ഒരു 10 പേർക്ക് വേണമെങ്കിലും കയറിപ്പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡോർ അല്ലെങ്കിൽ എൻട്രൻസ് ആയിരിക്കും അവിടെ ഉള്ളത്. പിന്നെ ഗോപുരങ്ങളുണ്ട്, ടവേഴ്സ് ഉണ്ട്, അതുപോലെ എലിഫൻസിനെയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് പല ക്ഷേത്രങ്ങളിലും. ഹോഴ്സസിനെ, ഡ്രാഗൺ ഫേസുകളെ വരെ എന്ത് ചെയ്തിട്ടുണ്ടാണ് നമ്മൾ കൊത്തി വെച്ചിട്ടുണ്ട് ഈ ദ്രാവിഡിയൻ സ്റ്റൈലിൽ. സോ ഡെക്കറേറ്റീവ് സ്റ്റൈൽസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദ്രാവിഡിയൻ സ്റ്റൈൽ. അപ്പോൾ ഒരു ടെമ്പിൾ മാത്രം ഉണ്ടാക്കുകയല്ല, ആ ടെമ്പിളിനെ പല സ്കൾപ്ചേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നതും ഈ ദ്രാവിഡിയൻ സ്റ്റൈലിൻ്റെ പ്രധാന ഫീച്ചേഴ്സാണ്. പിന്നെ ക്യാരക്ടേഴ്സ് ഫ്രം ഇതിഹാസ് ആൻഡ് പുരാണാസ് ഹാവ് ബീൻ കാർവ്ഡ് ഓൺ ദ വാൾസ് ഓഫ് ദീസ് ടെമ്പിൾസ് വിത്ത് ഗ്രേറ്റ് കെയർ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി സ്കിൽ, അല്ലേ. അപ്പം ഈ എലിഫൻസ്, ഹോഴ്സസ്, ഡ്രാഗൺ, ഗോപുരം, ടവേഴ്സ് ഇത് മാത്രമല്ല, ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും മഹാഭാരതത്തിലും ഇതിലൊക്കെ ഉള്ള പല ക്യാരക്ടേഴ്സിനെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? ടെമ്പിളിൽ കൊത്തി വച്ചിട്ടുണ്ട്. അതിപ്പോഴും വളരെ കെയർ, അതും അന്ന് അവർ ചെയ്തതാണ് വിത്ത് ഗ്രേറ്റ് കെയർ ആൻഡ് എക്സ്ട്രാ ഓർഡിനറി സ്കിൽ. അവളുടെ മികവ് മുഴുവൻ പുറത്തെടുത്ത് വളരെ ശ്രദ്ധാപൂർവമാണ് അവരെന്ത് ചെയ്തത്? ഓരോന്നും കൊത്തി. അതായത് അവരുദ്ദേശിക്കുന്നത് ഓരോ പ്രതിമകൾ നോക്കിയാൽ അതിനെ അത്ര മനോഹരമായിട്ട് സമയമെടുത്താണ് അവർ ചെയ്തിട്ടുള്ളത്. അതാണ് അവിടെ പറയുന്നത്. ഇനി നമ്മൾ ലാസ്റ്റത്തത് മഹാബലിപുരം. Most notable temples and stone carved figures of this period can be seen at മഹാബലിപുരം in തമിഴ്നാടു. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും നമുക്ക് നോട്ടീസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ടെമ്പിളാണ് മഹാബലിപുരം. ഞാൻ ഓൾറെഡി കാണിച്ചു തന്നായിരുന്നു. ഈ മഹാബലിപുരം എന്ന് പറയുന്ന ഈ ഒരു ടെമ്പിളിനകത്ത് ഒരുപാട് സ്റ്റോൺ കാർവ്ഡ് ഫിഗേഴ്സ് ഉണ്ട്. അതായത് കല്ലിൽ കൊത്തി വെച്ച ഒരുപാട് പ്രതിമകളുണ്ട്. ദിസ് പ്ലേസ് ഓൾസോ നോൺ ആസ് മാമലപുരം എന്നും ഇതിനെ വിളിക്കും. ഈ സിറ്റുവേറ്റഡ് അറ്റ് ദ ഷോഴ്സ് ഓഫ് ബേ ഓഫ് ബംഗാൾ. അപ്പോൾ ബേ ഓഫ് ബംഗാൾ കടലിൻ്റെ കടൽ തീരത്താണ് എന്തുള്ളത്? നമ്മുടെ ബേ ഓഫ് ബംഗാൾ നമ്മുടെ മാമലപുരം ഉള്ളത്, അല്ലെങ്കിൽ മഹാബലിപുരം ഉള്ളത്. 5 മോണോലിത്തിക് രഥ ടെമ്പിൾസ് റെപ്രസെൻറ്റിംഗ് ദ 5 പാണ്ഡവാസ് ആൻഡ് ദ്രൗപദി, അല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 5 മോണോലിത്തിക് രഥ ടെമ്പിൾസ് ആണ് ഇവിടെ ഉള്ളത്. ഈ 5 എണ്ണത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? 5 പാണ്ഡവാസ് ആൻഡ് ദ്രൗപദി. 5 പാണ്ഡവന്മാരെയും ദ്രൗപദിയെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ടെമ്പിൾസ് അവിടെ 5 മോണോലിത്തിക് രഥ ടെമ്പിൾസ് അവിടെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ദ ഷോർ ടെമ്പിൾ ബിൽട്ട് ഓൺ ദ സീ ഷോർ ആർ ദ ഫൈനസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് പല്ലവ ആർക്കിടെക്ചർ. ആ പിക്ചറാണ് നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള ഈ ഷോർ ടെമ്പിളിൽ ഇതെവിടെയാണ്? നമ്മുടെ മഹാബലിപുരത്തിനെ കടലിൻ്റെ അടുത്താണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇതും പല്ലവ ആർക്കിടെക്ചറിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി റോക്ക് കാർവ്ഡ് ഫിഗേഴ്സ് കോൾഡ് അർജുനാസ് പെനൻസ് ആൻഡ് മഹിഷാസുര മർദ്ദന ആർ അതർ എക്സാമ്പിൾസ് ഓഫ് പല്ലവ ആർട്ട്, അല്ലേ. ഇനി അവിടെ കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ള അർജുനാസ് പെനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനന്
തപസ്സിരിക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അർജുനൻ തപസ്സിരുന്ന് ശിവനിൽ നിന്നും പ്രാർത്ഥിച്ച് മെയിനായിട്ടൊരു അമ്പ് അല്ലെ, അർജുനൻ്റെ മെയിൻ അമ്പ് സ്വന്തമാക്കുന്നതൊക്കെ എവിടെ നിന്നാണ്? ഈ തപസ്സിരുന്നിട്ടാണ്. അതാണ് അർജുനാസ് പെനൻസ്, അതിൻ്റെ പ്രതിമ. പിന്നെ മഹിഷാസുര മർദ്ദന അല്ലേ, നമ്മുടെ ദുർഗാദേവി മഹിഷാസുരനെ വധിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മഹിഷാസുര മർദ്ദന എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഇത് തുടങ്ങിയ റോക്ക് കാർഡ് ഫിഗേഴ്സ്, അതായത് റോക്കിൽ കൊത്തിവെച്ചിരിക്കുന്ന പ്രതിമകളെല്ലാം നമുക്ക് ഈ പല്ലവ ആർട്ടിൻ്റെ എക്സാമ്പിളായിട്ട് കാണാൻ പറ്റും. അതുമാത്രമല്ല, ഈ മഹാബലിപുരം എന്ന് പറയുന്നത് യുനെസ്കോയുടെ തന്നെ ഒരു ഹെറിറ്റേജ് സിറ്റി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ പൈതൃക ഭൂമി എന്ന് പറയും. അതായത് ഈ ഒരു സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, ഈ ഒരു സ്ഥലത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. സോ യുനെസ്കോയുടെ കീഴിൽ എന്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു? ഈ ഒരു മഹാബലിപുരത്തിനെ ഹെറിറ്റേജ് സിറ്റിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. സോ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളും എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക, എല്ലാം പറഞ്ഞു തരാം. ഓക്കെ, so see you till the next video. Bye bye.